ചോറ്റുപാത്രം എന്നും ഒരു ഓർമ്മ തന്നെയാണല്ലേ. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ 12:30 ബെല്ലടിക്കാനായിട്ട് കാത്തിരുന്നൊരു സമയം നമുക്കൊക്കെ ഇല്ലേ. പാത്രം തുറക്കലും കൈയിട്ട് വാരലും എല്ലാവരുടെയും കറി പരസ്പരം ഷെയർ ചെയ്യലും ഒക്കെ എന്ത് രസമായിരുന്നു അല്ലേ ആ കാലമൊക്കെ. ചോറ്റുപാത്രം കാണുമ്പോൾ എനിക്ക് ഇടയ്ക്കൊക്കെ ചോറ്റുപാത്രത്തിൽ ഉണ്ണാൻ കൊതിയാവും കേട്ടോ. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരിക്കലും തന്നെ ബീട്രൂട്ട് തോരൻ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ബീട്രൂട്ട് തോരൻ ആ ചോറിൽ ആ കളറൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് പറയുമായിരുന്നു എനിക്കും വേണം ബീട്രൂട്ട് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു ബീട്രൂട്ട്. പക്ഷെ നമുക്ക് ചെറുപ്പത്തിൽ ആ കളറ് കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടല്ലോ അതിൻ്റെ. പിന്നെ ഇത് ഉണക്കിയിറച്ചി, അത് മിക്കപ്പോഴും തന്നെ എൻ്റെ ചോറ്റുപാത്രത്തിൽ ഉണ്ടാവാറുള്ളൊരു ഐറ്റം കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പക്ഷെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ എനിക്ക് സത്യത്തിൽ കിട്ടാറേ ഇല്ല കേട്ടോ. പിന്നെ ഇത് മീനച്ചാറ്, പിന്നെ നമ്മുടെ ബീട്രൂട്ട് തോരൻ പറഞ്ഞോണം തന്നെ. പക്ഷെ എന്തോ ചോറിൽ അത്രയും പണ്ട് ഫ്രണ്ട്സിൻ്റെ ചോറിൽ കാണുന്ന അത്രയും കളർ കാണുന്നില്ല കേട്ടോ ഇപ്പം ഇതിൽ. പിന്നെ എൻ്റെ ഒഴിച്ചേറി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റാണ് ചക്കക്കുരു മാങ്ങ.